ഹായ് ഹലോ ഫ്രണ്ട്സ്, ആരാണ് പിന്നെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു കാര്യം പറയാം. വേറെ ഒന്നുമല്ല, മനുവിനെ അറിയാലോ, ഇത് എൻ്റെ സുഹൃത്താണ്. ഞാനും മനുവും കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വേറൊരു സുഹൃത്തുണ്ട്, അജയൻ. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കും. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അപ്പം ശ്രീലക്ഷ്മി, അതായത് റീൽ സീരിയലിലും റീലൊക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്രീലക്ഷ്മി. അപ്പോൾ ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പോൾ അജയന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ അജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അജയൻ നൈസായിട്ട് അകത്ത് വരുമ്പോഴത്തേക്ക് ബാക്കി അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യും. അപ്പോൾ അജയൻ അറിയത്തില്ല, അവൻ്റെ ബർത്ത്ഡേ ആണെന്നറിയാം, പക്ഷെ നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കുമെന്ന് അവൻ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം ശ്രീലക്ഷ്മി തൻ്റെ ഇവിടെ ഒളിച്ച് നിൽക്കുകയാണ്. ആണ്ടെ വേറൊരു ബ്രോയുണ്ട്, പേരെന്തോ? രാജേഷ് ബ്രോയുണ്ട്. അപ്പം അജയൻ വെളിയിൽ നിൽക്കുകയാണ്, അവൻ അറിഞ്ഞിട്ടില്ല ശ്രീലക്ഷ്മി വന്ന കാര്യം. അപ്പം നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. മനു കേക്ക് സെറ്റ് ചെയ്യാണ്. ഓക്കെ അല്ലേ? അടിപൊളി കേക്ക്. സാധനം അങ്ങനെ ഞാൻ ഇന്നാളെ എടുത്ത് കത്തി ഓടിച്ചു വിടാം. ഇനിയിപ്പോ ഞാൻ പോയി പറയാം. ബർത്ത്ഡേ ഇതാണ് അജയന്റെ കേക്ക്. അടിപൊളി കേക്കാണ്. നമ്മളിന്ന് വൻ ആഘോഷം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആൻഡ് ബൈപ്പാസിലാണ് ഈ പരിപാടിയെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. കണ്ടാ അടിപൊളി ലൈറ്റ്. ക്രിസ്മസ് ഒക്കെ എത്തുന്നതിന് അഡ്വാൻസ് ആയിട്ട് സ്റ്റാറും ക്രിസ്മസ് പപ്പയായിട്ട് വേണമെങ്കിൽ 6 വേഷം വരെ കിട്ടും. എന്തിനും ഒരുമ്പെട്ട അതുപോലെ തന്നെ തോന്നിക്കുന്ന അത് അങ്ങോട്ട് പോവാം. അതാണ് നമ്മുടെ ജമാൽ. അതാണ് നമ്മുടെ ജമാൽ. കേക്ക് വേണോടാ? കേക്ക് വേണോ? ജമാലിനോട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേക്ക് മേടിച്ചേക്കുന്നത്. പൂക്കേക്കില്ല, അവന് പൂക്കേക്കാണ്, ക്രിസ്മസ് കേക്കാണ്. കഥാനായകൻ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ, കഥാനായകൻ എത്തിയിട്ടുണ്ട്. നീ സർപ്രൈസ് ആയി പോയാ? എടാ നിന്റെ ബർത്ത്ഡേക്ക് നീ സർപ്രൈസ് ആയി പോയാ? അത് അടിപൊളി കേക്കൊക്കെയാണ് വാങ്ങിച്ചത്. ജമാലെ വാടാ. എടാ ബർത്ത്ഡേ വിഷസ് പറയടാ അജയന്. ഇന്നായപ്പോ ഇവിടെ ആരും ഇല്ലാതായപ്പോയല്ലോ. ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ആർക്കെ ബർത്ത്ഡേ? അജയന്. ഹാപ്പി ബർത്ത്ഡേ പറ. ഇതാകുമ്പോ തിരക്കില്ല. ഈ പിച്ചാത്തി എടുക്ക ആദ്യം. കത്തി പിച്ചാത്തി അല്ലടേ, കത്തി. വീഡിയോ അങ്ങനെയൊന്നും പറയരുത് കൂട്ടാ. കത്തിയുടെ വീഡിയോ എടുക്കാനാ കത്തി എടുക്കാനാ? അങ്ങനെ സർപ്രൈസ് ആണ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയാ? മുറിച്ചോ? രണ്ടുപേരും കൂടെ ചേർന്ന് മുറിക്ക്. എല്ലാം പൊട്ടിച്ചോ? ശ്രീലക്ഷ്മി അവിടെ എത്തിയത് അജയന് നല്ലൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എല്ലാവരും ഹാപ്പിയായി കേട്ടോ.
അപ്പൊ അജയൻ താങ്കൾക്ക് ഈ ബർത്ത്ഡേ പറ്റി എന്താ പറയാനുള്ളത്? വളരെ സർപ്രൈസ് ആയി. വലിയൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ മനു എൻ്റെ ഉച്ചയ്ക്ക് പറഞ്ഞു. ദൈവത്തിനാണ് ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളി നല്ല വണ്ടർ അടിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് ഇത് എന്ത് പറയണമെന്ന് അറിയാത്തതാണ് എന്റെ വണ്ടേ കൊണ്ടുപോകുക. സുഹൃത്തുക്കളെ വേറെ തെറ്റ് 22ാമത്തെ ബർത്ത്ഡേ 42 ഡബിൾ സന്തോഷം. ചെറുപ്പക്കാരനായി എന്നും ഇങ്ങനെ നിലനിർത്തുന്നതിൽ ഓഡിയൻസിനോടും എന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്നെക്കാലം പ്രായം കൂടുതലുള്ള ഫോട്ടോ. 22ാമത്തെ ബർത്ത്ഡേ അപ്പൊ എനിക്ക് 18 ഉള്ളൂ. 19 ഒരു വയസ്സിപ്പോ ഈ ചേട്ടനാണ് ശ്രീലക്ഷ്മി ഇവിടെ അദ്ദേഹത്തിന്റെ രഥത്തിൽ ഇവിടെ എത്തിച്ചത് സമയത്ത്. അതും ഈ പെരുമഴയും അതിജീവിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയണം. ഈ മഴയത്ത് തുഴഞ്ഞാണ് ഊഞ്ഞാലിരുന്ന് ഒരാട്ടം വീഡിയോ എടുക്കും. അതങ്ങനെ ആണണ്ടേ. രണ്ടുപേരോട് ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷനെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പിരിയുകയാണ്. അടിപൊളി ഒരു പാർട്ടി ആയിരുന്നു. ബർത്ത്ഡേ പോയി നിൽക്കുന്നത്. സർപ്രൈസ് കൊടുത്ത ആളും ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം രണ്ടുപേരും കൂടെ ഇനിയിപ്പോ അടിയാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിക്കുകയും ഇത്തരം ഒരു പ്രോഗ്രാം ഈ പെരുമഴയത്തും അറേഞ്ച് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അജയനെ പോലെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് പുള്ളി വരത്തില്ല. ഒന്നാമത്തെ കാര്യം പുള്ളി എന്നെ 2 തവണ വിളിച്ചിട്ട് ഞാൻ പോയില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി വരുമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പുള്ളി തിരക്കാണ്. ഓൾറെഡി ഷൂട്ട് ബഹളമൊക്കെ ഉള്ള ആളാണ്. ജീവിക്കുന്ന ആളുകൾ വേറെ പല വണ്ടി ഓടിക്കാനൊക്കെ പോകണം. പുള്ളി പല പ്രായത്തിലുള്ള ആളാണ്. വിളിച്ച സമയത്ത് വരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ വരുത്താൻ പറ്റും. പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് പുള്ളി പറഞ്ഞു വന്നു. ഇട്ടിരുന്ന തുണി പോലും മാറാതെയാണ് പുള്ളി വരുന്ന വഴി ഈ കയ്യിൽ കൊടുത്തൊക്കെയാണല്ലോ വന്നത്, മുണ്ടെടുത്താലുള്ള വന്നത്. അങ്ങനെ ഈ പരിപാടി ഇവിടെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്യുകയും ഈ പരിപാടിയെ ബന്ധപ്പെട്ട് സഹകരിച്ച് പിന്നെ ശ്രീലക്ഷ്മി ഇവിടെ വെള്ളപ്പൊക്കത്തിൽ എത്തിച്ച ഒരാളുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞു. രാജേഷ് ബ്രോയാണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നിരുന്ന കുട്ടിയെ ഇവിടെ വണ്ടി വിളിച്ചുകൂടെ എത്തിക്കുകയും ഈ പരിപാടി വളരെ മനോഹരം. പിന്നെ നമുക്ക് ഇതിനൊക്കെ സ്ഥലം തന്ന ഒരാളാണ് അരുൺ ചേട്ടൻ. പുള്ളിയാണ് ഇതിന്റെ ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തതെന്ന് സൂപ്പറാക്കി പരിപാടി അടിപൊളിയാക്കി. ഇനി അടുത്ത വർഷം തൊട്ട് 6 ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അരുൺ ചേട്ടൻ ഇവിടെ സ്ഥലം ഇതുപോലെ പുള്ളി ക്യാമറ തുടങ്ങി പുള്ളി കാണാൻ പറ്റാത്തത് പുള്ളി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ബർത്ത്ഡേ കാണാൻ കഴിയും. ഓക്കെ.